ഹലോ അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്നലെ ക്രോഷയുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻ്റായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്ത് നോക്കാം, ചിലവർ ഇതിൻ്റെ ടൂൾസുകളും സംഭവങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയി എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയിച്ച് സക്സസ് ആയി എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, ഞാൻ സെയിൽ ചെയ്യണുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് എത്തിച്ചു തരാം. അതല്ല നിങ്ങൾ ഓൺലൈൻ വഴി ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ വഴി വാങ്ങുകയെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കിത് അവൈലബിൾ ആണ്. പിന്നെ ത്രെഡ് വാങ്ങുമ്പോൾ കുറഞ്ഞ റേറ്റിനുള്ള ത്രെഡ് തൽക്കാലം വാങ്ങിച്ചാൽ മതി. അത് ഒരു ത്രെഡ് തന്നെ 18 രൂപയായിട്ടാണ് വരുന്നുള്ളൂ. ആ ഒരു ത്രെഡ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, വാങ്ങുമ്പോൾ ഒരുപാടൊന്നും വാങ്ങിക്കൂട്ടണ്ട. ഏതെങ്കിലും നല്ലൊരു കളർ ത്രെഡ് വാങ്ങിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ നീഡിൽസുകൾ ഉണ്ടാവുമല്ലോ, ടൂൾസുകൾ, അത് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ട്. അതല്ല ഓൺലൈനിൽ വാങ്ങുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഈ ടൂൾസുകൾ, അതായത് 3mm, 4mm, അതുപോലെ തന്നെ ഈ ത്രെഡ്. ഈ രണ്ട് സാധനമാണ് നമുക്ക് ക്രോഷയുടെ ഫസ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഫസ്റ്റ് എന്നല്ല, നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഈ തൽക്കാലം ഈ ഒരു ത്രെഡാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇതിനും കുറച്ചും കൂടെ കനമുള്ള ത്രെഡ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം നമ്മൾ ആ ഒരു ത്രെഡ് വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ ടൂൾസുകളാണ്. അപ്പോൾ ടൂൾസിൽ ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഒരു നല്ലൊരു പെർഫെക്റ്റൊക്കെ ആയിട്ട് തോന്നുന്നത് 4mm ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ 4mm ആകുമ്പോൾ അതിന് പിടിക്കാനും ഒക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഇത് നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ അതായത് നമ്മൾ കുറച്ച് നേരമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ വേദനിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൂൾസ് വാങ്ങാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പരന്ന സൈസ് ഇതാ വരുന്ന ഈ ഒരു വൈലറ്റ് അങ്ങനത്തെ ടൂൾസുകൾ വാങ്ങാൻ നോക്കുക. കാരണം ആ ഒരു പിടുത്തം നമുക്കൊരു പരന്ന സൈസായ കാരണം ഒരു കൈ ഞാനിപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ടൂൾസാണ്. അതായത് 4mm സൈസിൽ വരുന്ന ഈ ഒരു ടൂൾസ്. പക്ഷെ എനിക്കിത് എന്തൊരു ഇത് ചെയ്യുകയാണെങ്കിലും എനിക്ക് ഈ ഒരു ഇതാണ് എനിക്ക് ചെയ്യുമ്പോഴാണ് കൂടുതലൊരു ഇതാവുള്ളൂ, എനിക്ക് തന്നെ ഒരു വിശ്വാസം വരുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല, ഇതുകൊണ്ട് തന്നെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കറക്റ്റാവും. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ നല്ലത് നോക്കിയിട്ട് മേടിക്കുക. ഇനിയിപ്പോൾ നല്ലതല്ല എന്നുണ്ടെങ്കിലും തൽക്കാലം ചെയ്ത് നോക്കാനല്ല, കുഴപ്പമില്ല. പിന്നെ പ്രാക്ടീസായിട്ട് വരുമ്പോൾ നമുക്ക് നല്ലത് നോക്കിയിട്ട് മേടിക്കാം. പിന്നെ ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു 150 രൂപയുടെ കിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പേരായപ്പോൾ തന്നെ ഹാഫ് ബീഡ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ബുധനാഴ്ചയാണ് നമുക്ക് ഹാഫ് ബീഡ് കിട്ടുള്ളൂ. അത് കിട്ടിയതിന് ശേഷമാണ് ഇനി നമ്മളെല്ലാവരും ഓർഡർ അയക്കുള്ളൂ. ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കാരണം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാലാണ് നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഓർഡർ എടുക്കുമ്പോൾ നമ്മളോട് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട്. എപ്പോൾ അയച്ചെന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരുപാട് കസ്റ്റമർ ഉണ്ട്. എന്ന് വിചാരിച്ച് 10 ദിവസം 15 ദിവസം പിടിക്കുന്നവരല്ല, പക്ഷെ അത്രയും പിടിച്ചിട്ടും ഉണ്ട്. എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവർ വാങ്ങിക്കുള്ളൂ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ടും കൊടുക്കാറുമുണ്ട്, അല്ലാതും ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമറാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമർ ഇപ്പോഴും ഉണ്ട്. 1-2 കസ്റ്റമർ ആദ്യമായിട്ട് മേടിക്കുന്നവർക്കാണ് അവർക്ക് പൈസ പോവുമോ സാധനം കിട്ടുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ ഈ ഹാഫ് ബീഡ് 150ൻ്റെ കിറ്റ് ഓർഡർ എടുത്തവരോടാണ് ഞാൻ പറയണത്, അതിൻ്റെ ഹാഫ് ബീഡ് ബുധനാഴ്ച നമുക്ക് കിട്ടുള്ളൂ. ബുധനാഴ്ച കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അയക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് കണ്ടാലെങ്കിലും
ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഓർഡർ എടുത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത്. കാരണം എല്ലാവർക്കും തികയായിക വന്നത്. അപ്പോൾ ചിലവരൊക്കെ വിചാരിക്കും സാധനം ഉണ്ടെങ്കിൽ ഓർഡർ എടുത്താൽ മതിയായിരുന്നില്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മുൻകൂട്ടിയിട്ട് പറയണത്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായില്ല 150 രൂപയുടെ കിറ്റ് ഇട്ടപ്പോൾ ഇത്രയും ആൾക്കാർ നമുക്ക് നിന്ന് ഓർഡർ ആക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തിട്ടുകൊണ്ടാണ്. അപ്പോൾ ആ ഹാഫ് ബീഡ് ബുധനാഴ്ച നമ്മുടെ കയ്യിൽ കിട്ടും. അത് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളവരുടെ സ്റ്റോക്ക് നമ്മൾ അയക്കുക. പിന്നെ അതിന് മുന്നേ 100 രൂപയുടെ കിറ്റൊക്കെ എടുത്തവരുണ്ടായിരുന്നു, അവരതൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. എന്തായാലും പോസ്റ്റാണ്, 4 ദിവസമാണ് ഓരോ കണക്ക്. അതിനുള്ളിൽ കിട്ടും. നിങ്ങൾക്കും മെസ്സേജ് വരും, എനിക്കും മെസ്സേജ് വരും. നിങ്ങളിനി പേടിക്കണ്ടടോ, കാരണം നമ്മളിനി പോസ്റ്റല്ലേ നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തിച്ച് തരും. എന്നിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ പൈസ ഒന്നും പോവില്ല. അത്രയും അത്യാവശ്യമുള്ളവർ നമ്മളോട് പെട്ടെന്ന് അയക്കാനും പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയണത് ഇപ്പോൾ ഈ ഒരു വീഡിയോസാണ്. അപ്പോൾ ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നാളെ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.